ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവചനത്തിൻ്റെ മാധുര്യം ആസ്വദിക്കുവാൻ നമുക്കൊരുമിച്ച് യാത്ര തുടങ്ങാം. കർത്താവേ, നിൻ്റെ വചനത്തിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടെ തിരുവചനത്തിന് നമുക്ക് കാതോർക്കാം. എന്നോടൊപ്പം നിങ്ങളും സഞ്ചരിക്കണമേ എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള തിരുവചന വാക്യമാണ്. 10 കുഷ്ഠരോഗികളുടെ സംഭവം. നന്ദിയുടെ വ്യാഖ്യാനങ്ങൾ നിങ്ങളും തീർച്ചയായും കേട്ടിരിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഒരാവർത്തി കൂടി ഞാനിത് വായിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായ്ക്കും ഗലീലിക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ ഗുരോ, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവനൊരു സമരിയാക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതിയനല്ലാതെ മറ്റാർക്കും തിരികെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന ഈ വചനഭാഗത്ത് നമ്മളൊരു സ്വാഭാവിക വളർച്ച കാണുന്നുണ്ട്. ഈശോയിലേക്കും അത്ഭുതത്തിലേക്കും അവിടെ നിന്ന് രക്ഷയിലേക്കുമുള്ള ഒരു വളർച്ച. ആ വളർച്ചയെ 8 പടികളായി ഞാൻ തിരിക്കുകയാണ്. എൻ്റെ കൂടെ ഇരുന്ന് വചനം ധ്യാനിക്കുന്ന നിങ്ങളോടായിട്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, എന്നോടൊപ്പം ഈ പടികൾ കയറുക. ഈ 8 പടികൾ നിങ്ങളുടെ മനസ്സിൽ പതിയട്ടെ. ആദ്യത്തെ 5 പടികൾ അത്ഭുതത്തിലേക്കുള്ള പടികളാണ്. അത്ഭുതത്തിലേക്കുള്ള സഞ്ചാരം പോലെ 5 പടികൾ കയറി നമ്മൾ അത്ഭുതത്തിൽ എത്തുന്നു. അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിപാലനയുടെ പ്രകടനമാണ്, തെളിവാണ്. ഇന്നും നമുക്ക് ചുറ്റും ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ അത്ഭുതത്തിലേക്കുള്ള എത്ര പടികൾ? 5 പടികൾ നമ്മൾ ചവിട്ടിക്കയറും. പക്ഷെ രസകരമായ കാര്യം, അത്ഭുതം രക്ഷയല്ല. അത്ഭുതം സമം രക്ഷ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് ഒരുപാട് പേർ രക്ഷ അനുഭവിച്ചേനെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്നിട്ടും നമ്മളാരും നമ്മളിൽ പലരും രക്ഷ സ്വന്തമാക്കുന്നില്ല. അതിൻ്റെ കാരണം, അത്ഭുതങ്ങളിലേക്ക് 5 പടികളാണെങ്കിൽ അവിടെ നിന്ന് വീണ്ടും 3 പടികൾ കൂടിയുണ്ട് രക്ഷയിലേക്ക്. അങ്ങനെ 5ഉം 3ഉം കൂടെ ചേർത്ത് 8 പടികളാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനം. ഒന്നാമത്തെ പടി, കുഷ്ഠരോഗികളാണ് നമുക്കിതിന് സഹായം. അവരിൽ നിന്നാണ് നമ്മൾ ഈ പടികൾ പഠിച്ചെടുക്കുന്നത്. ഒന്നാമത്തെ പടി, നിസ്സഹായാവസ്ഥ, ഡെസ്പറേഷൻ. കുഷ്ഠരോഗികൾ നിസ്സഹായതയുടെ പാരമ്യത്തിലാണ്. കുഷ്ഠം ബാധിച്ചവർ സമൂഹത്തിൻ്റെ വിളുമ്പിലേക്ക് വലിച്ചെറിയപ്പെടും, തഴയപ്പെടും, മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും. നിസ്സഹായതയുടെ പാരമ്യത്തിലാണ്, ഡെസ്പറേഷനിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പടിയാണ് നിസ്സഹായ അവസ്ഥ. എന്നോടൊപ്പം നിങ്ങൾക്കും സ്വീകരണ മുറിയിലോ മൊബൈലിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അവിടെ ഇരുന്നോ കൂടെ പറഞ്ഞു പഠിക്കാം. ഒന്നാമത്തെ പടിയാണ് ഡെസ്പറേഷൻ, നിസ്സഹായ അവസ്ഥ.
പ്രാർത്ഥനയുടെ ആരംഭമാണിത്. നിസ്സഹായ അവസ്ഥയിലാണ്, അതായത് എന്നെക്കൊണ്ട് കൂട്ടിയാൽ ജീവിതം കൂടുന്നില്ലെന്ന് തിരിച്ചറിയുന്നിടത്ത്, എൻ്റെ ചുറ്റുപാടുമുള്ളവർക്ക് എൻ്റെ സ്ഥിതിയൊന്നും മെച്ചപ്പെടുത്താൻ കഴിയില്ലെന്ന് തിരിച്ചറിയുന്നിടത്താണ്, ആ നിസ്സഹായതയുടെ പാരമ്യത്തിലാണ് നമ്മൾ ദൈവത്തെ തേടിത്തുടങ്ങുന്നത്. ഡെസ്പറേഷൻ, നിസ്സഹായ അവസ്ഥ പ്രാർത്ഥനയുടെ ആരംഭമാണ്. യുവജനങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, അച്ചോ പ്രാർത്ഥിക്കാനൊന്നും തോന്നുന്നില്ല, ദൈവമുണ്ടോ എന്ന് സംശയമാണ്, വിശുദ്ധ കുർബാനയിൽ അധികമൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, തിരുവചനം പ്രഘോഷണങ്ങൾക്കൊന്നും കാതോർക്കാൻ അത്രയൊന്നും മനസ്സ് വരുന്നില്ല. ശരിയാണ്. സ്നേഹപൂർവം അവരെ ചേർത്ത് പിടിച്ച് പറഞ്ഞു കൊടുക്കും, നീ പ്രാർത്ഥിക്കും, നീ വചനം കേൾക്കും, കുർബാനയിൽ കണ്ണീരോടെ പങ്കെടുക്കും. എപ്പോഴാണെന്നറിയാവോ? കല്യാണമൊക്കെ കഴിച്ച് ഒരു കൊച്ചൊക്കെയായി കുടുംബജീവിതമൊക്കെ തുടങ്ങിക്കഴിയുമ്പോഴായിരിക്കും രാത്രിയുടെ ഏതോ യാമങ്ങളിൽ ഈ കൊച്ചു കിടന്ന് കരയുന്നത്. കൊച്ചിനെ വാരിയെടുത്തുകൊണ്ട് നീ ഹോസ്പിറ്റലിലേക്ക് പോകും. കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഡോക്ടേഴ്സ് ആകപ്പാടെ ഒരു തിടുക്കമൊക്കെ കാണിച്ചിട്ട് പുറത്തു വന്ന് പറയും, വി ആർ ഓൾമോസ്റ്റ് ഹെൽപ്ലെസ്, ഞങ്ങളെക്കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമമാണിത്. അപ്പോൾ നീ പറയും, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്, സമ്പാദ്യം ഒരുപാടുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്. ഡോക്ടേഴ്സ് പറയും, കാര്യമില്ല. നീ പറയും, മന്ത്രിയെ കൊണ്ട് ഫോൺ ചെയ്യിപ്പിക്കാം, എനിക്ക് സ്വാധീനങ്ങൾ ഒരുപാടുണ്ട്. ഡോക്ടേഴ്സ് പറയും, കാര്യമില്ല. നിസ്സഹായതയുടെ പാരമ്യത്തിൽ നീ അന്വേഷിക്കും ഹോസ്പിറ്റൽ ബിൽഡിങ്ങിൻ്റെ ചാപ്പൽ എവിടെയാണെന്ന്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങും. നമ്മളെക്കൊണ്ട് ജീവിതം കൂട്ടിയാൽ കൂടുന്നില്ലെന്ന് തിരിച്ചറിയുന്നിടത്ത് പ്രാർത്ഥന ആരംഭിക്കും. അപ്പോൾ ഒന്നാമത്തെ പടിയാണ് ഡെസ്പറേഷൻ, നിസ്സഹായ അവസ്ഥ. അത് അത്ഭുതത്തിലേക്കുള്ള യാത്രയുടെ ആദ്യത്തെ പടി, പ്രാർത്ഥനയുടെ ആദ്യത്തെ പടി. അവിടെ നിന്ന് രണ്ടാമത്തെ പടിയിലേക്ക് നമ്മൾ കയറുകയാണ്. ഹ്യൂമിലിറ്റി, എളിമ. എത്രയധികം എനിക്ക് പ്രാർത്ഥിക്കാനുണ്ടെങ്കിലും, എത്രയധികം നിസ്സഹായ അവസ്ഥയിലാണ് ഞാനെങ്കിലും, തമ്പുരാൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് എളിമയോടെ ആയിരിക്കും. കാരണം കർത്താവേ, നിൻ്റെ പക്കൽ നിന്ന് അനുഗ്രഹം കിട്ടാൻ എനിക്ക് യോഗ്യത പോലുമില്ല എന്ന തിരിച്ചറിവ് എളിമയോടെ മാത്രം നമ്മൾ തിരുസന്നിധിയിൽ നിൽക്കുവാൻ നമ്മൾക്ക് കാരണമാകും. അതിനുദാഹരണങ്ങൾ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ചുങ്കക്കാരൻ നമ്മൾ കാണുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ അയാൾക്ക് കാരണങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട്, പക്ഷേ അപ്പോഴും അകലം പാലിക്കുകയാണ് എളിമ കൊണ്ട്. കർത്താവേ, ഞാൻ അയോഗ്യനാണ്. രക്തസ്രാവക്കാരി സ്ത്രീ, അവൾക്ക് ചോദിച്ചെടുക്കാൻ ഒരു അനുഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കാനൊരു കാരണമുണ്ട്, പക്ഷെ അപ്പോഴും അവൾ ആഗ്രഹിക്കുന്നത് എന്താണ്? എനിക്ക് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലെങ്കിലും ഒന്ന് തൊട്ടാൽ മതി. കാരണം എന്താ? അയോഗ്യതാ ബോധമുണ്ട് അവൾക്ക്. ജേറോസ് എന്താണ് പറഞ്ഞത്? കർത്താവേ, നീ എൻ്റെ വീട്ടിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ മകൾ സുഖം പ്രാപിക്കും. എത്രയധികം പ്രാർത്ഥിക്കാനുണ്ടെങ്കിലും, എന്തൊക്കെ കാര്യങ്ങൾ കർത്താവിൽ നിന്ന് ചോദിച്ചു വാങ്ങാനുണ്ടെങ്കിലും, ഒരു കാര്യം ഓർത്തേക്കണം, കിട്ടുന്നതൊക്കെ തമ്പുരാൻ കർത്താവിൻ്റെ ഔദാര്യമാണ്, എൻ്റെ അവകാശമല്ല. എനിക്ക് യോഗ്യത പോലുമില്ല കർത്താവിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ. പ്രാർത്ഥനയ്ക്കായി ദേവാലയത്തിൻ്റെ ആനവാതിൽ കടന്ന് കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴൊക്കെ ഉണ്ടാകേണ്ട ചിന്തയാണ്, ഞാൻ അയോഗ്യനാണ്. എളിമയോടെ മാത്രമേ തിരുസന്നിധിയിൽ നിൽക്കാവൂ. കുഷ്ഠരോഗികൾ ആ പാഠം പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് പ്രാർത്ഥിക്കാൻ അനുഗ്രഹമുണ്ട്. എന്താണത്? കുഷ്ഠം മാറ്റിത്തരണം. അപ്പോഴും അവർ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? അകലെ നിന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. എളിമയുടെ മനോഭാവം, രണ്ടാമത്തെ പടി. ഇടയ്ക്ക് റിവിഷനൊക്കെ ആകാൻ നമുക്ക് ഒന്നാമത്തെ പടി എന്തായിരുന്നു? ഒന്നാമത്തെ പടിയാണ് ഡെസ്പറേഷൻ, നിസ്സഹായ അവസ്ഥ. ആ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ പടിയിലേക്ക് കയറും. അത്ഭുതത്തിലേക്കുള്ള വളർച്ചയുടെ രണ്ടാമത്തെ പടി, അതാണ് ഹ്യൂമിലിറ്റി, എളിമയുടെ മനോഭാവം. മൂന്നാമത്, ആ എളിമയിൽ നിന്നും നമ്മളൊരു പ്രാർത്ഥന നടത്തും. ആ പ്രാർത്ഥനയാണ് എ ക്രൈ ഫോർ മേഴ്സി, കരുണയ്ക്കു വേണ്ടിയുള്ള നിലവിളി. അതായത് കുഷ്ഠരോഗികൾ കർത്താവിൻ്റെ മുമ്പിൽ നിന്നിട്ട്, അകലെ നിന്നിട്ട് അവനോട് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, ഞങ്ങളുടെ കുഷ്ഠം മാറ്റിത്തരണമേ എന്നല്ല, മറിച്ച് അവരുടെ പ്രാർത്ഥന എന്താണ്? കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ.
കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രാർത്ഥനയുടെ അത്ഭുതത്തിലേക്കുള്ള വളർച്ചയുടെ മൂന്നാമത്തെ പടിയാകുന്നു. കരുണയ്ക്കു വേണ്ടിയുള്ള നിലവിളി, എ ക്രൈ ഫോർ മേഴ്സി. കൃത്യം ഇന്നത് പറഞ്ഞല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, നിന്റെ കരുണ എൻ്റെ മേൽ ചൊരിയപ്പെടട്ടെ. വഴിയരികിൽ നിന്ന് പ്രാർത്ഥിച്ചത് തന്നെയായിരുന്നു, കർത്താവേ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ മേൽ. അതിൻ്റെ കാരണം കുഷ്ഠം ശരീരത്തിൻ്റെ മാത്രം പ്രശ്നമല്ലെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു, അല്ലെങ്കിൽ ധരിച്ചിരുന്നു. കാരണം ആ കാലത്തെ ചിന്തയായിരുന്നു കുഷ്ഠരോഗം വരുന്നത് പാപികൾക്കായിരുന്നു എന്നുള്ളത്. ഈ കരുണ കർത്താവേ ഞങ്ങളുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മേലുള്ള കരുണയാണ്. കേവലം ഞങ്ങളുടെ ശരീരം മാത്രം നീ സുഖപ്പെടുത്തിയാൽ പോരാ, ഞങ്ങളുടെ ആത്മാവിൻ്റെ വ്രണങ്ങളെ കൂടി നിന്റെ കരുണയാലെ സുഖപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥനയാണ് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന പ്രാർത്ഥന. 3 പടികൾ നമ്മൾ ചവിട്ടിക്കയറി. ഞാൻ പറഞ്ഞായിരുന്നു, വെറുതെ സ്വീകരണ മുറിയിലിരുന്ന് കേട്ടാൽ പോരാ, എന്നോടൊപ്പം നിങ്ങളും ഈ പടികൾ ചവിട്ടിക്കയറണം. 1-ാമത്തെ പടി നിസ്സഹായ അവസ്ഥ, ഡെസ്പറേഷൻ. 2-ാമത്തെ പടി ഹ്യൂമിലിറ്റി, എളിമയോടെ പ്രാർത്ഥിക്കണം. 3-ാമത്തെ പടി നിലവിളിച്ച് പ്രാർത്ഥിക്കണം. കരുണയ്ക്കു വേണ്ടി കർത്തൃസന്നിധിയിൽ നിലവിളിയോടെ പ്രാർത്ഥിക്കണം. അതായത് പ്രാർത്ഥിക്കാനൊരു കാര്യവും കാരണവും ഉള്ളവർക്ക്, അത് സാധിച്ചു തരാൻ എൻ്റെ കർത്താവ് തമ്പുരാന് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് പിന്നെ പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയില്ല. ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക. പ്രാർത്ഥിക്കാൻ ഒരു കാര്യവും കാരണവും ഉള്ളവർക്ക്, അത് സാധിച്ചു തരാൻ എൻ്റെ കർത്താവ് തമ്പുരാന് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് പിന്നെ നിലവിളിക്കാതിരിക്കാൻ കഴിയില്ല. പള്ളിയിൽ നമ്മളൊക്കെ വളരെ ഭംഗിയായിട്ടും ചിട്ടയായിട്ടും നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ പള്ളിയിൽ മുമ്പോട്ടൽപ്പം കയറി നിന്ന് കൈവിരിച്ചു പിടിച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞുകൊള്ളുക, അയാൾക്ക് ചോദിച്ചു വാങ്ങാൻ ഒരു അനുഗ്രഹമുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട് തിരുസന്നിധിയിൽ സമർപ്പിക്കുവാൻ. നിലവിളിയോടെ പ്രാർത്ഥിച്ചു പോകും നിസ്സഹായതയുടെ പാരമ്യങ്ങളിൽ മനുഷ്യർ. 4-ാമത്തെ പടി. ഈ 4-ാമത്തെ പടിക്ക് ഒരു പ്രശ്നമുണ്ട്. ഇതല്പം വഴുക്കലുള്ള പടിയാണ്, അല്പം തെന്നലുള്ള പടിയാണ്. വഴുക്കലുള്ള പടിയെന്ന് പറഞ്ഞാൽ നമ്മളിൽ പലരും ഈ വളർന്നവനാണ്, ഈ 3 പടിയിലൂടെ കയറി വന്നവരാണ്. പക്ഷെ 4-ാമത്തെ പടിയിൽ നമ്മൾ തെന്നി വീഴാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ പടി ഏതാണെന്ന് അറിയാൻ നിങ്ങൾക്കൊരാകാംക്ഷയുണ്ടാകും തീർച്ചയായും. 4-ാമത്തെ പടിയാണ് പെർസിവറൻസ്, നിലനിൽപ്പ്. നിലനിൽപ്പിൻ്റെ പടി. അതായത് എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോഴും വീണ്ടും പ്രാർത്ഥിക്കാൻ കഴിയുക. അതാണ് 4-ാമത്തെ പടി. അല്പം അധികം നേരം ആ പടിയിൽ അങ്ങനെ നിൽക്കേണ്ടി വരുമെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ കരുതുന്നുണ്ടോ കുഷ്ഠരോഗികൾ ഏതോ മൂലയ്ക്ക് നിന്ന് ഒന്ന് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഉടനെ കർത്താവ് അത് കേട്ടുവെന്നും അതിനുത്തരം കൊടുത്തുവെന്നും? ഇല്ല. സമൂഹത്തിൻ്റെ തിക്കും തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു. കർത്താവ് അതിൻ്റെ മധ്യേയായിരുന്നു. കുറേ നേരം ആവർത്തിച്ച് നിലവിളിക്കേണ്ടി വന്നു കാണും അവർക്ക്. നിലനിൽപ്പ്, പ്രാർത്ഥനയിൽ നിലനിൽക്കാൻ കഴിയണം നമുക്ക്. തെറ്റിദ്ധരിക്കരുത് കർത്താവ് തമ്പുരാനെ. ഞാൻ തയ്യാറാക്കുന്ന പ്രാർത്ഥനയുടെ ചോദ്യപേപ്പറുകൾക്ക് കൃത്യം 2 മണിക്കൂറിനുള്ളിൽ അച്ചടക്കത്തോടെ ഇരുന്ന് ഉത്തരമെഴുതി ട്വൈൻ കെട്ടി തിരിച്ചു തരുന്ന ഒരു വിദ്യാർത്ഥിയാണ് ദൈവമെന്ന്. അല്ല, അങ്ങനെയല്ല ദൈവം. എൻ്റെ പ്രാർത്ഥനകൾക്കുടൻ തന്നെ ഉത്തരം കിട്ടണമെന്ന് ശാഠ്യം പിടിക്കരുത്. വീണ്ടും ഉത്തരം കിട്ടാത്തപ്പോഴും പ്രാർത്ഥിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ട ഘടകം എന്താണ്? എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം, എൻ്റെ കർത്താവിൻ്റെ ശക്തി. പ്രാർത്ഥനകളുടെ ഉത്തരമായിരിക്കരുത് പ്രാർത്ഥിക്കാനുള്ള പ്രചോദനം, മറിച്ച് എൻ്റെ കർത്താവ് തമ്പുരാൻ്റെ സാന്നിധ്യം. അവനവിടെ ഉണ്ട്, ജീവിക്കുന്ന ദൈവം എൻ്റെ മുമ്പിലുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസമാണ് വീണ്ടും പ്രാർത്ഥിക്കാനുള്ള പ്രചോദനം. 2-ാമത്, എൻ്റെ കർത്താവ് തമ്പുരാന് പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ ശക്തിയുണ്ട്. ആ തിരിച്ചറിവിൽ നിലനിൽപ്പിൽ പ്രാർത്ഥിക്കണം. പെർസിവറൻസ്, പ്രാർത്ഥനയിൽ അടിയുറച്ചു നിൽക്കണം. 4-ാമത്തെ പടിക്ക് ഒരു അപകടമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. വഴുക്കലുള്ള പടിയാണിത്, തെന്നി വീഴാൻ സാധ്യതയുള്ള പടിയാണിത്. നമ്മളിൽ പലരും പ്രാർത്ഥന അവസാനിപ്പിച്ച് മാറിപ്പോകുന്ന ഇവിടെയാണ്. എത്ര വട്ടം പ്രാർത്ഥിച്ചു ഞാൻ, രോഗമൊന്ന് മാറ്റിത്തരണമേ എന്ന്. സാമ്പത്തിക തകർച്ചകൾക്ക് വിരാമമിട്ട് വീണ്ടും അഭിവൃദ്ധിയുടെ കാലങ്ങളിലേക്ക് എന്നെ ഉയർത്തണമേ എന്ന് എത്ര ആവർത്തി പ്രാർത്ഥിച്ചു, ഉത്തരമില്ല. ദൈവം എന്തേ, എവിടെ മറഞ്ഞിരിക്കുന്നു ദൈവമെന്ന് ദൈവത്തോട് കലഹിച്ചിട്ട് ഈ പടിയിൽ നിന്ന് നമ്മൾ തെന്നി മാറിപ്പോകാറുണ്ട്. നിലനിൽക്കണം അവിടെ. പ്രാർത്ഥനയിൽ ചിലപ്പോൾ നമ്മൾ മടുത്തു പോകാം, നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെ തളർത്താം.
ദൈവം നമ്മളെ നിരാശപ്പെടുത്താം. പ്രാർത്ഥനയിൽ നമ്മൾ മടുത്തു പോകാം. ചുറ്റുമുള്ളവർ നമ്മളെ തളർത്തിക്കളയാം. ദൈവം നമ്മളെ നിരാശപ്പെടുത്തുകയും ചെയ്യാം. പക്ഷെ അപ്പോഴും പ്രാർത്ഥനയിൽ അടിയുറച്ചു നിൽക്കണം. പെർസിവറൻസ്, നിലനിൽപ്പ്. മുമ്പ് പറഞ്ഞ 2 കാര്യങ്ങളാണ് പ്രാർത്ഥനയിൽ അടിയുറച്ചു നിൽക്കുന്നതിൻ്റെ കാരണം. പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോഴും ദൈവം തന്നെ ശത്രുപക്ഷത്ത് നിന്ന് എൻ്റെ വേദനകൾ കണ്ട് പുഞ്ചിരിക്കുകയാണോ എന്ന് സംശയം തോന്നുമ്പോഴും പ്രാർത്ഥനകൾ അവസാനിപ്പിക്കരുത്. നിലയ്ക്കാത്ത നിലവിളികൾ തിരുസന്നിധിയിലേക്ക് ഉയർത്തണം. അതിൻ്റെ കാരണം എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള വിശ്വാസം. 4 പടികൾ കഴിഞ്ഞു. 4ാമത്തെ പടി അടിയുറച്ചു നിൽക്കണേ. 5ാമത്തെ പടിയിലേക്ക് നമുക്ക് മെല്ലെ കയറണം. 5ാമത്തെ പടിയാണ് ബിലീഫ്, വിശ്വാസം. നിസ്സഹായ അവസ്ഥയിൽ ആരംഭിച്ച് എളിമയിൽ വളർന്ന് നിലവിളി ഉയർത്തി പ്രാർത്ഥനയിൽ നിലനിന്ന് നമ്മൾ അവസാനത്തെ തലത്തിലേക്ക്, അത്ഭുതങ്ങളിലേക്ക് 5 പടികളാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത്ഭുതങ്ങളിലേക്കുള്ള 5ാമത്തെ പടിയിലേക്ക് നമ്മൾ കയറും. അതാണ് വിശ്വാസം. എങ്ങനെയാണ് അവിടെ വിശ്വാസം വരുന്നത്? ഈശോ പറയുകയാണ്, പോയി നിങ്ങളെ തന്നെ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുവിനെന്ന് കുഷ്ഠരോഗികളോട് അവൻ പറഞ്ഞപ്പോൾ അവർ സുഖപ്പെട്ടിരുന്നോ? ഇല്ല. അവരുടെ ശരീരത്തിൽ യാതൊരു മാറ്റവും വന്നിരുന്നില്ല. പക്ഷെ അവൻ പറഞ്ഞത് കേട്ടിട്ട് നടന്നു തുടങ്ങുകയാണ് പുരോഹിതരുടെ അടുത്തേക്ക്. ആ വഴിയെയാണ് അത്ഭുതം നടക്കുന്നത്. വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ടിപ്പിക്കലായി കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡെഫിനിഷൻ ഉണ്ടല്ലോ, നിർവചനമുണ്ടല്ലോ. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ്. എന്താണ് അവർ പ്രത്യാശിച്ചത്? സൗഖ്യം ലഭിക്കുമെന്ന ഉറപ്പിൽ ചുവട് വെച്ച് തുടങ്ങിക്കോ. കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം. എന്താണ് ഇവർ കാണാതിരുന്നത്? സുഖപ്പെട്ട ചർമ്മം. അത് സംഭവിക്കുമെന്നുള്ള ഉറപ്പിൽ നടന്നു തുടങ്ങിക്കോ. എന്താണ് വിശ്വാസം? വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കപ്പെടുമെന്നുള്ള ഉറപ്പാണ്. എൻ്റെ കർത്താവ് തമ്പുരാൻ്റെ വാഗ്ദാനങ്ങൾ ഒന്നുപോലും നിറവേറ്റപ്പെടാതെ പോകില്ലെന്നുള്ള ഉറപ്പാണ് വിശ്വാസം. തിരികെ നടന്നു പുരോഹിതരടുത്തേക്കെന്ന് കർത്താവ് തമ്പുരാൻ വാഗ്ദാനം നൽകിയെങ്കിൽ, ഉറപ്പ് നൽകിയെങ്കിൽ, ആ ഉറപ്പിൽ നടന്നു തുടങ്ങുമ്പോൾ ആ വഴിയിലാണ് അത്ഭുതം ഇരിക്കുന്നത്. വിശ്വാസം അത്ഭുതത്തിലേക്കുള്ള 5ാമത്തെ പടിയാണ്. 5 പടികളും നിങ്ങളും എന്നോടൊപ്പം പഠിച്ചു കഴിഞ്ഞുവെന്ന്, ധ്യാനിച്ചു കഴിഞ്ഞുവെന്ന് വിചാരിക്കട്ടെ. ഒരു റിവിഷൻ ആയാലോ? 1ാമത്തെ പടി, ആദ്യത്തെ പടി നിസ്സഹായ അവസ്ഥ. 2ാമത്തെ പടി ഹ്യൂമിലിറ്റി, എളിമ. 3ാമത്തെ പടി കരുണയ്ക്കു വേണ്ടിയുള്ള നിലവിളി. 4ാമത്തെ പടി വഴുക്കലുള്ള പടി, പെർസിവറൻസ്, നിലനിൽപ്പ്. 5ാമത്തെ പടി ബിലീഫ്, വിശ്വാസം. വിശ്വാസത്തിൻ്റെ പടിയിൽ നമ്മൾ കയറി നിൽക്കുമ്പോഴാണ് അത്ഭുതം സംഭവിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അനുസരിച്ചാൽ നമ്മൾ അനുഗ്രഹം കാണും എന്നതാണ് 5ാമത്തെ പടിയുടെ പാഠം. അനുസരിച്ചാൽ നമ്മൾ അനുഗ്രഹം കാണും. തമ്പുരാൻ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളെ വിശ്വസിച്ച് നടന്നു തുടങ്ങിക്കോ, ജീവിച്ചു തുടങ്ങിക്കോ. അത്ഭുതങ്ങൾ ആ വഴിയിൽ ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ അത്ഭുതങ്ങളിലേക്കുള്ള 5 പടികൾ നമ്മൾ പൂർത്തിയാക്കി. ഞാൻ ആദ്യം പറഞ്ഞു, അത്ഭുതങ്ങളല്ല രക്ഷ. അത്ഭുതങ്ങളാണ് രക്ഷയെങ്കിൽ നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടവരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തമ്പുരാൻ അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ രക്ഷ നമ്മൾ ഇതുവരെ അനുഭവിച്ചതായിട്ട് നമുക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം അത്ഭുതങ്ങളുടെ 5 പടി കഴിഞ്ഞിട്ട് പിന്നെയുമുണ്ട് ഒരു 3 പടി. എവിടേക്ക്? രക്ഷയിലേക്ക്. രക്ഷയിലേക്കുള്ള പടികൾ നമ്മൾ ധ്യാനിച്ചു തുടങ്ങുകയാണ്. 6ാമത്തെ പടിയിലേക്ക് നമ്മൾ കയറുകയാണ്. 6ാമത്തെ പടി, എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ്. എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് എന്ന തിരിച്ചറിവാണ് 6ാമത്തെ പടി. നമ്മുടെ പ്രശ്നം, നമ്മുടെ വിചാരം അത്ഭുതങ്ങളൊക്കെ നടക്കുന്നത് ഏതെങ്കിലും ധ്യാന കേന്ദ്രങ്ങൾക്കുള്ളിലോ
എവിടെ പ്രത്യേക ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലോ മാത്രമേ അത്ഭുതങ്ങൾ നടക്കുന്നുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. അങ്ങനെയല്ല. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ അത്ഭുതമല്ലേ? ഏത് നിമിഷം വേണം ഞാൻ കുഴഞ്ഞ് താഴേക്ക് വീഴാമായിരുന്നല്ലോ, ഇപ്പോഴും നേരെ നിൽക്കുന്നത് തമ്പുരാൻ്റെ അത്ഭുതമല്ലേ? നിങ്ങളുടെ വീടിനുള്ളിൽ നിങ്ങളിപ്പോഴും സുരക്ഷിതരായിരിക്കുന്നത്, ഞാൻ പറയുന്നത് കാണാൻ പറ്റുന്നത്, കേൾക്കാൻ പറ്റുന്നത് അത്ഭുതമല്ലേ? ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് അത്ഭുതമല്ലേ? തൊട്ടടുത്ത നിമിഷം ശ്വാസം എടുക്കാൻ പറ്റുന്നത് അത്ഭുതമല്ലേ? ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അത്ഭുതം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വണ്ടിയും തട്ടി എൻ്റെ ജീവന് പരിക്കേൽക്കാതിരുന്നത് അത്ഭുതമല്ലേ? അങ്ങനെ ഒരു കണ്ണോടെ നോക്കുമ്പോൾ ചുറ്റുപാടും നടക്കുന്നതൊക്കെ, എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതൊക്കെ അത്ഭുതങ്ങളാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവാണ് ആറാമത്തെ പടി. നമ്മുടെ പ്രശ്നം, നമ്മൾ പലതിനെയും ഇങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്, അതങ്ങനെയാണല്ലോ, അങ്ങനെ ആകണമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ അത്ഭുതത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയല്ല, എല്ലാത്തിലും ദൈവം ഒരു അത്ഭുതം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ കാഴ്ച കണ്ടു കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഈ ആറാമത്തെ പടി. എന്താണത്? എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ്. ആ പടിയിൽ നിന്ന് അടുത്ത പടിയിലേക്ക്, ഏഴാമത്തെ പടിയിലേക്ക് നമ്മൾ കയറുകയാണ്. ഏഴാമത്തെ പടി, എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നതിൻ്റെ കാരണക്കാരൻ ദൈവമാണെന്ന തിരിച്ചറിവ്. അത്ഭുതങ്ങളിലേക്ക് എല്ലാവർക്കും കണ്ണു തുറക്കാം. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നിക്കാണും, ശരിയാണല്ലോ, ഇന്ന് രാവിലെയും ഭക്ഷണം കഴിച്ചു, അത്ഭുതമാണല്ലോ, ശ്വാസം എടുക്കുന്നു, അത്ഭുതമാണല്ലോ, ഞാൻ നേരെ നിൽക്കുന്നു, അത്ഭുതമാണല്ലോ എന്നൊക്കെ തോന്നാം. അത്ഭുതങ്ങളിലേക്കൊക്കെ നമ്മൾ കൺ തുറക്കും. പക്ഷേ അതിനപ്പുറത്ത് മറ്റൊരു ആത്മാവിൻ്റെ മിഴി തുറക്കണം നമ്മൾ. എവിടേക്ക്? എൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങളുടെ കാരണക്കാരൻ ദൈവമാണെന്നുള്ള തിരിച്ചറിവ്. എൻ്റെ ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊക്കെ കാരണക്കാരൻ ദൈവമാണെന്നുള്ള തിരിച്ചറിവ്. കുഷ്ഠരോഗികളുടെ കാര്യത്തിൽ നോക്കിക്കേ, ഈ രണ്ട് ഘട്ടങ്ങൾ നടക്കുന്നുണ്ട്. എവിടെ? ആദ്യം അവർ പോകുന്ന വഴിക്ക് തിരിച്ചറിഞ്ഞു, എന്ത്? ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നു. ആറാമത്തെ പടി അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അവരിൽ നിന്നുമാണ് ഈ പടികൾ നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നു, കുഷ്ഠം മാറിപ്പോയി, തിരിച്ചറിഞ്ഞു. തീർച്ചയായും അവർ തിരിച്ചറിഞ്ഞിരിക്കണം ഏഴാമത്തെ പടിയും. എന്താണത്? ഈ അത്ഭുതം നടന്നതിൻ്റെ കാരണക്കാരൻ തൊട്ടു മുമ്പ് ഞങ്ങൾ കണ്ട ഈശോയാണ് എന്ന കാര്യവും അവർ തിരിച്ചറിഞ്ഞിരിക്കണം. ഏഴാമത്തെ പടി നമ്മളും തിരിച്ചറിയേണ്ട പാഠം അതാണ്. നമ്മുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങളുടെ കാരണക്കാരൻ ഈശോ കർത്താവാണ്. പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങൾ പ്രത്യേകമായി ഈ കാര്യം പറഞ്ഞു കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക, മക്കളെ, ഈ കാണുന്ന വീട്, ഈ കാറ്, ഈ സൗകര്യങ്ങൾ, നമ്മുടെ അപ്പൻ്റെ തൊഴിൽ, സമ്പാദ്യം, ആരോഗ്യം, ഇതൊക്കെ, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സൗന്ദര്യം ഒക്കെ എന്താണ്? അതിൻ്റെയൊക്കെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ആരാണ്? കർത്താവാണെന്ന് പറഞ്ഞു കൊടുക്കണം. അതാണ് മറന്നു പോകുന്നത് നമ്മൾ. ഒക്കെ ഉണ്ട് കുഞ്ഞുങ്ങൾക്ക്, എല്ലാം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ പിന്നിൽ, ഇതിൻ്റെയൊക്കെ കാരണക്കാരൻ കർത്താവാണെന്ന കാര്യം പറഞ്ഞു കൊടുക്കാൻ നമ്മൾ മറന്നു പോകുന്നു. അപ്പോൾ ആറാമത്തെയും ഏഴാമത്തെയും പടി. ആറാമത്തെ പടി, എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്ന തിരിച്ചറിവ്. ഏഴാമത്തെ പടി, എൻ്റെ ജീവിതത്തിലെ അത്ഭുതങ്ങളുടെ കാരണക്കാരൻ കർത്താവാണെന്നുള്ള തിരിച്ചറിവ്. ഇത്രയും വരെ 10 പേരും ഓക്കെ ആയിരുന്നു. 10 കുഷ്ഠരോഗികളും ഇവിടം വരെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. അവസാനം രക്ഷയിലേക്കുള്ള അവസാനത്തെ പടി, ആ പടി കയറിയത് ആ സമരിയാക്കാരൻ മാത്രമാണ്. 8ാമത്തെ പടി കയറിയത്. ആ പടി എന്താണ്? 8ാമത്തെ പടിയാണ് തിരികെ വന്ന് നന്ദി പറയുക. 8ാമത്തെ പടി തിരികെ വന്ന് നന്ദി പറയുക. 10 കുഷ്ഠരോഗികളിൽ ഒരാൾ മാത്രമാണ് ആ പടി കയറിയത്. നമ്മുടെ കുടുംബങ്ങളിലും നമ്മൾ കയറാൻ മറന്നു പോകുന്ന പടിയാണത്. തിരികെ വന്ന് നന്ദി പറയുക എന്ന പടി. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പരസ്പരം പറയുന്നുണ്ടാകാം, ഇതിൻ്റെയൊക്കെ കാരണക്കാരൻ, മക്കളെ,
ഈശോയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടാകാം. പക്ഷെ ആ അറിവിൽ കാര്യങ്ങൾ തീർന്നു പോരാ. തിരികെ വന്ന് ഇതിൻ്റെ കാരണക്കാരനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്ന് നന്ദി പറയുമ്പോഴാണ് രക്ഷ സ്വന്തമാകുന്നത്. അപ്പോൾ ഈശോ പറയും നമ്മുടെ മുഖത്ത് നോക്കി, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ രക്ഷ സ്വന്തമാക്കിയെന്ന്. പ്രിയമുള്ളവരെ, വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥന എന്താണ്? വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥന പകല് മുഴുവൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നുവെന്ന തിരിച്ചറിവിൽ, അതിൻ്റെ കാരണക്കാരൻ കർത്താവാണെന്നുള്ള തിരിച്ചറിവിൽ കുടുംബം ഒരുമിച്ചിരുന്ന് കർത്താവിന് നന്ദി പറയുന്ന നേരമാണ് വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥന. ഞായറാഴ്ച കുർബാന അർപ്പണം എന്താണ്? ഒരാഴ്ച മുഴുവൻ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നുവെന്നുള്ള തിരിച്ചറിവിൽ ദൈവജനം മുഴുവൻ ഒരുമിച്ച് പുരോഹിതനോട് ചേർന്ന് കർത്താവിന് നന്ദി പറയുന്ന നേരമല്ലേ ഞായറാഴ്ച കുർബാന അർപ്പണം? നന്ദിയാണ് ആരാധന. ദൈവത്തിന് നമ്മൾ പറയുന്ന നന്ദിയാണ് ദൈവാരാധന. അങ്ങനെ 8 പടികൾ നമുക്കൊരുമിച്ച് കയറാം. 8 പടികൾ, 5+3 5ഉം 3ഉം പടികൾ ഓർത്തെടുക്കാം ഒരിക്കൽ കൂടി. ഒന്നാമത്തെ പടി, അത്ഭുതങ്ങളിലേക്കുള്ള വളർച്ചയിൽ 5 പടികൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ പടി ഡെസ്പറേഷൻ, നിസ്സഹായ അവസ്ഥ. അവിടെ നിന്ന് നമ്മൾ കരുണയോടെ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ പടി എളിമയോടെ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ പടി ഹ്യൂമിലിറ്റി. മൂന്നാമത്തെ പടിയാണ് ക്രൈ ഫോർ മേഴ്സി, കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കണം. നാലാമത്തെ പടി പെർസിവറൻസ്, നിലനിൽപ്പിൽ പ്രാർത്ഥിക്കണം. അഞ്ചാമത്തെ പടി വിശ്വാസം. അത്ഭുതം എത്തി. അവിടെ നിന്ന് വീണ്ടും 3 പടിയുണ്ട് രക്ഷയിലേക്ക്. ഒന്നാമത്തത് ജീവിതത്തിൽ അത്ഭുതം നടന്നു. രണ്ടാമത്തത് അത്ഭുതങ്ങളുടെ കാരണക്കാരൻ ദൈവമാണ്. മൂന്നാമത്തത് തിരികെ വന്ന് നന്ദി പറയണം. പ്രിയമുള്ളവരെ, 8ാമത്തെ പടി കയറാൻ നമ്മൾ മറന്നാൽ ഇന്നും ആ ചോദ്യം കർത്താവ് ചോദിക്കും. 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേരെവിടെ? 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേരെവിടെ? ആ 9ൽ നമ്മൾ പെട്ടുപോകാതിരിക്കട്ടെ. തിരികെ വന്ന് നന്ദി പറയാം അനുഗ്രഹങ്ങളുടെ കാരണക്കാരനായ ദൈവത്തിന്. ദൈവ തിരുനാമത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.